ഹായ് എല്ലാവർക്കും സൈലന്റ് യൂസിയുടെ യൂട്യൂബ് കന്നഡ സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഏഷ്യയിൽ നമുക്ക് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് അല്ലെ. അതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് 2025 നടന്ന ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ്. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ്. നമുക്കറിയാം 2025 എത്രാമത് ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ് നടന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ 17ാമത് ഏഷ്യ കപ്പ് ടൂർണമെന്റ് ആണ് നടന്നത് അല്ലെ. ക്രിക്കറ്റുമായി സംബന്ധിച്ച് ഒത്തിരി ചർച്ച ചെയ്യപ്പെട്ട ഒരു ടൂർണമെന്റും കൂടിയായിരുന്നു. പ്രധാനമായിട്ടും നമ്മൾ പാകിസ്ഥാൻ കൈ കൊടുത്തില്ല എന്നുള്ളതായിരുന്നു അല്ലെ. പാകിസ്ഥാൻ നമ്മൾ കൈ കൊടുത്തില്ല, പാകിസ്ഥാനുമായി നമ്മൾ സംസാരിച്ചില്ല, അതിന്റെ ഒന്നും ആവശ്യമില്ല. കാര്യം പ്രധാനമായിട്ടും നമുക്കതിന്റെ ഒരു ഓപ്പറേഷൻ സിന്ദൂർ അല്ലെ, പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ എടുത്ത നിലപാട് തന്നെ ആയിരുന്നു, അതായിരുന്നു നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെയ്യാത്തത് എന്നുള്ളത്. അപ്പൊ അങ്ങനെ 2025 17ാമത് ഏഷ്യ കപ്പ് നടന്നു. വിജയി ആര് തന്നെയാണ്? നമ്മൾ ഇന്ത്യ വിജയിച്ചു എന്നുള്ളതാണ് അല്ലെ. ഇന്ത്യ വിജയിച്ചു. നമുക്ക് ഈ ഏഷ്യ കപ്പുമായി ബന്ധപ്പെട്ട് PSC ഇനി വരുന്ന എക്സാമിന് തീർച്ചയായിട്ടും ഒരു ചോദ്യം ഉണ്ടായിരിക്കും. യാതൊരു സംശയവും വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം, അല്ലേ, ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യാമെന്ന് നോക്കാം. ഈ പ്രാവശ്യത്തെ 17ാമത് ഏഷ്യ കപ്പിന്റെ പേര് ചോദിക്കുകയാണെങ്കിൽ UAE ആണ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അല്ലെ. UAE എന്ത് ചെയ്തു, നമ്മൾ ഏഷ്യ കപ്പ് നടന്നത് UAE മുൻകൂട്ടി നിശ്ചയിച്ച ഒന്ന് രണ്ട് രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ രാജ്യങ്ങളിൽ അല്ല ഇന്ത്യ പോയി കളിക്കില്ല എന്ന് പറഞ്ഞായിരുന്നു. പാകിസ്ഥാനിൽ നമ്മൾ പോയി കളിക്കത്തില്ല, അതുകൊണ്ട് പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നു, ആദ്യമേ തന്നെ അവര് ഏഷ്യ കപ്പ് പങ്കെടുക്കുന്നില്ല, മത്സരിക്കുന്നില്ല ഒക്കെ പറഞ്ഞ് വലിയ താളമൊക്കെ വിട്ടൊക്കെ നിന്നായിരുന്നു. അവസാനം വന്ന് കളിച്ചു. ആകെ എത്ര ടീമുകൾ പങ്കെടുത്തു എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ഇപ്രാവശ്യത്തെ ഏഷ്യ കപ്പിൽ ആകെ എത്ര ടീമുകൾ പങ്കെടുത്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ 8 ടീമുകൾ പങ്കെടുത്തു. പുറകിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏഷ്യ കപ്പിനോടൊപ്പം നമ്മൾ 8 ടീമുകളെ പരിചയപ്പെടുന്നു. ഇന്ത്യ നമുക്കുണ്ട്. ഏഷ്യ കപ്പിൽ ഇന്ത്യ ഉണ്ടായിരിക്കും, പാകിസ്ഥാൻ ഉണ്ടായിരുന്നു, ലവ്മാരും ഉണ്ടായിരുന്നു, ബംഗ്ലാദേശ് ഉണ്ടായിരുന്നു, പിന്നെ ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, UAE. ശ്രീലങ്ക ഉണ്ടായിരുന്നു, അഫ്ഗാനിസ്ഥാൻ, UAE, ഒമാൻ, ഹോങ്കോങ് എന്നീ രാജ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 8 രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ 8 രാജ്യങ്ങൾ പങ്കെടുത്തു. എത്ര മാച്ചസ്, ആകെ എത്ര മാച്ചസ് ഉണ്ടായിരുന്നു? 19 കളികൾ ഉണ്ടായിരുന്നു. മൊത്തം 19 കളികൾ ഉണ്ടായിരുന്നു. ഓക്കെ, എന്തായിരുന്നു ഇപ്രാവശ്യത്തെ ഏഷ്യ കപ്പിന്റെ ഭാഗ്യചിഹ്നം ചോദിക്കുകയാണെങ്കിൽ ഷേരു എന്ന് പറയുന്ന സിംഹമാണ് ഭാഗ്യചിഹ്നമായിട്ട്. ഷേരു എന്ന് പറയുന്ന സിംഹം 4 കാര്യങ്ങളെ ഒന്ന് റിവേഴ്സ് ചെയ്യുന്നു. 2025 നടന്നത് 17ാമത് ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് ആയിരുന്നു. വേദി ചോദിച്ചു കഴിഞ്ഞാൽ അത് UAE ആണ്. ആകെ എത്ര ടീമുകൾ പങ്കെടുത്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ 8 ടീമുകൾ പങ്കെടുത്തു. മൊത്തം എത്ര കളികൾ നടന്നു? 19 കളികളായിരുന്നു നടന്നത്. എന്തായിരുന്നു ഭാഗ്യചിഹ്നം എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ്? ഷേരു എന്ന് പറയുന്ന സിംഹമായിരുന്നു നമ്മുടെ ഭാഗ്യചിഹ്നമായിട്ട് വന്ന ഷേരു എന്ന് പറയുന്ന സിംഹം. ആരായിരുന്നു വിജയി അല്ലേ? വിജയി ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ഇന്ത്യ വിജയിച്ചു. ഇന്ത്യയുടെ എത്രാമത്തെ ഏഷ്യ കപ്പാണ് നമുക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ 9ാമത്തെ ഏഷ്യ കപ്പാണ്. ഏറ്റവും കൂടുതൽ തവണ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് നേടിയിരിക്കുന്ന രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ 84 നേടി, 1988 നേടി, 90-91 നമുക്കായിരുന്നു കപ്പ്, വിട്ടില്ല. 95 നമുക്കായിരുന്നു അല്ലെ. പിന്നെ എപ്പോഴാണ് നമ്മൾ നേടുന്നത്? 2010 കപ്പ് നേടി. ശേഷം 2016 നേടുന്നു, പിന്നെ 18, ശേഷം 23, കഴിഞ്ഞ പ്രാവശ്യവും ഇപ്രാവശ്യവും അല്ലെ. അങ്ങനെ 9 തവണ ഇന്ത്യ ഏഷ്യ കപ്പിൽ മുത്തമിട്ട് ഏഷ്യൻ ക്രിക്കറ്റിന്റെ രാജാക്കന്മാരായി മാറിയിരിക്കുകയാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം, 9ാമത് ഏഷ്യ കപ്പായിരുന്നു എന്ന് ചോദിച്ചാൽ യെസ്. ഫൈനലിൽ നമ്മൾ ആരെ പരാജയപ്പെടുത്തി? പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. ഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി അല്ലെ. പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രിയും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ചെയർമാനുമായിരിക്കുന്ന വ്യക്തിയിൽ നിന്ന് നമ്മൾ ട്രോഫി വാങ്ങിക്കില്ല എന്ന് വലിയൊരു ശബ്ദമെടുത്തു. അതിനുശേഷം അല്ലേ നമ്മൾ ട്രോഫി ഉള്ളതായിട്ടൊക്കെ കൊണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ വന്നു, അങ്ങനെ നമ്മൾ സെലിബ്രേഷൻ ചെയ്തു എന്നുള്ളതായിരുന്നു അല്ലെ. പാകിസ്ഥാൻ എന്ത് ചെയ്തു? ട്രോഫിയുമായി കൊണ്ടുപോയി, അവർ ഓടിത്തള്ളി. ഇനി അറിയേണ്ട കാര്യം, ആരായിരുന്നു ഈ പ്രാവശ്യത്തെ T20 നമ്മുടെ ഏഷ്യ കപ്പിൽ T20 ക്യാപ്റ്റൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ സൂര്യകുമാർ യാദവാണ്. നമ്മൾ സ്കൈ എന്നൊക്കെ വിളിക്കാറുണ്ടല്ലേ, സ്കൈ. സൂര്യകുമാർ യാദവാണ്. വലിയ രീതിയിൽ പെർഫോം ഒന്നും കാഴ്ചവെച്ചില്ല, എന്നിരുന്നാൽ പോലും അല്ലെ നമുക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. നിർണായക സമയത്തിൽ സൂര്യകുമാർ യാദവ് ഒക്കെ നമുക്ക് വേണ്ടി ഒന്ന് കളിച്ചിട്ടുണ്ട്. അപ്പൊ സൂര്യകുമാർ യാദവാണ് നിലവിൽ ഇന്ത്യൻ T20 ക്യാപ്റ്റൻ. സൂര്യകുമാർ യാദവാണ്. നമുക്ക് T20 ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ബാക്കി ഫോർമാറ്റ്, അതായത് ടെസ്റ്റിലും വൺഡേയിലും ക്യാപ്റ്റൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ശുഭ്മാൻ ഗില്ലാണ് കേട്ടോ. ശുഭ്മാൻ ഗില്ല്
ടെസ്റ്റ് ക്രിക്കറ്റ് അറിയാലോ, ടെസ്റ്റ് ക്രിക്കറ്റിൽ 50 ഓവറിന്റെ കളിയിലും ആരാണ് ക്യാപ്റ്റൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഗില്ലാണ് ക്യാപ്റ്റൻ. T20 ആരാണ് ക്യാപ്റ്റൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? സൂര്യകുമാർ യാദവാണ് ക്യാപ്റ്റൻ. കുറച്ച് കാര്യങ്ങളെ നമ്മൾ പറഞ്ഞോളൂ. എന്തെല്ലാം പഠിച്ചു? 8 ടീമുകൾ പങ്കെടുത്തു. 17ാമത് ഏഷ്യ കപ്പ്, വേദി UAE. 19 കളികളിൽ ഉണ്ടായിരുന്നു. എന്താണ് ഭാഗ്യചിഹ്നം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഷെയ്രു എന്ന് പറയുന്ന സിംഹമായിരുന്നു ഇപ്രാവശ്യത്തെ ഭാഗ്യചിഹ്നം. വിജയം നമ്മൾ തന്നെ. നമ്മുടെ എത്രാമത്തെ വിജയം? 9ാമത്തെ വിജയം. ഏറ്റവും കൂടുതൽ കപ്പ് നേടിയിരിക്കുന്ന രാജ്യം ഇന്ത്യ തന്നെയാണ്. നമ്മൾ ആരെ ഫൈനലിൽ പരാജയപ്പെടുത്തി? പാകിസ്ഥാനെ ഫൈനലിൽ പരാജയപ്പെടുത്തി. T20 ക്യാപ്റ്റൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? സൂര്യകുമാർ യാദവാണ് T20 ക്യാപ്റ്റൻ. കഴിഞ്ഞില്ല. പ്ലെയർ ഓഫ് ദി സീരീസ് അല്ലെ, ഈ ടൂർണമെന്റിൽ, ഏഷ്യ കപ്പിൽ ഈ ടൂർണമെന്റിൽ പ്ലെയർ ഓഫ് ദി സീരീസ് ആയി തിരഞ്ഞെടുത്ത വ്യക്തി അഭിഷേക് ശർമ്മയാണ്. പക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കില്ല, അഭിഷേക് ശർമ്മ ഒരേ അടിയായിരുന്നു. പ്രത്യേകിച്ച് പ്രീമിയം ഫാസ്റ്റ് ബോളർ എന്ന് പറഞ്ഞു വന്ന പലരെയും നമ്മളവിടെ തലങ്ങും വിലങ്ങും എടുത്തിട്ട് അടിച്ചു എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഫൈനലിൽ നമുക്ക് വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ വിജയിച്ചു. അതിൽ വലിയൊരു പങ്ക് വഹിച്ചൊരു വ്യക്തിയാണ് അഭിഷേക് ശർമ്മ എന്നുള്ള ഒരു വ്യക്തി. അപ്പോൾ പ്ലെയർ ഓഫ് ദി സീരീസ് ആയിട്ട് തിരഞ്ഞെടുത്ത വ്യക്തി അഭിഷേക് ശർമ്മ. അദ്ദേഹം തന്നെയാണ് ഏറ്റവും കൂടുതൽ റൺസ് നേടിയിരിക്കുന്നത് ഇപ്രാവശ്യത്തെ ഏഷ്യ കപ്പിൽ. ഇപ്രാവശ്യത്തെ ഏഷ്യ കപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയിരിക്കുന്ന വ്യക്തി ചോദിക്കുകയാണെങ്കിൽ അഭിഷേക് ശർമ്മയാണ്. 314 റൺസുകളാണ് നേടിയത് അഭിഷേക് ശർമ്മ. 314 റൺസുകൾ ആര് നേടുന്നു? അഭിഷേക് ശർമ്മ നേടുന്നു. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന വ്യക്തി, അതും ഇന്ത്യക്കാരനായിരിക്കുന്ന കുൽദീപ് യാദവാണ്. 17 വിക്കറ്റുകൾ നേടി ഏഷ്യ കപ്പില്. കുൽദീപ് യാദവ് 17 വിക്കറ്റുകൾ നേടിയിട്ടുണ്ട് ഏഷ്യ കപ്പില്. അപ്പൊ ഏറ്റവും കൂടുതൽ റൺസ് അഭിഷേക് ശർമ്മ, ഏറ്റവും കൂടുതൽ വിക്കറ്റ് കുൽദീപ് യാദവ് അല്ലെ. കുൽദീപ് യാദവാണ്. നമുക്ക് PSC ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ നിലവിൽ ചൈന മാൻ എന്നറിയപ്പെടുന്ന കളിക്കാരൻ ഓർമ്മയുണ്ടോ? ചൈന മാൻ കുൽദീപ് യാദവാണ് ചൈന മാൻ എന്നറിയപ്പെടുന്ന കളിക്കാരൻ. ഒന്ന് റിവൈസ് ചെയ്തേ. പ്ലെയർ ഓഫ് ദി സീരീസ് അഭിഷേക് ശർമ്മ, മോസ്റ്റ് റൺസും അഭിഷേക് ശർമ്മ, മോസ്റ്റ് വിക്കറ്റ് കുൽദീപ് യാദവാണ്. 17 വിക്കറ്റ് എടുത്തു അല്ലേ. പക്ഷേ നമ്മൾ ഈ ഏഷ്യ കപ്പിൽ ഫൈനലിൽ നമ്മൾ കണ്ട, ഫൈനലല്ല പല കളികളിലും നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കളിക്കാരൻ ഉണ്ടായിരുന്നു, തിലക് വർമ്മ അല്ലേ. പ്ലെയർ ഓഫ് ദി മാച്ച്, ഫൈനലിൽ പ്ലെയർ ഓഫ് ദി മാച്ച് ആയി തിരഞ്ഞെടുത്ത വ്യക്തിയായിരുന്നു തിലക് വർമ്മ അല്ലെ. 53 ബോളിൽ നിന്നും 69 റൺസ് ആര് നേടി? തിലക് വർമ്മ നേടി എന്നുള്ളതാണ്. 53 ബോളിൽ 69 റൺസ്. നല്ലൊരു ഇന്നിങ്സ് ആയിരുന്നു. കാര്യം ഇന്ത്യ 20 റൺസിൽ അല്ലെ 3 എന്ന വിക്കറ്റായിട്ട് നിൽക്കുമ്പോഴാണ് തിലക് വർമ്മയൊക്കെ വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു തിലക് വർമ്മയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. എന്താ? പാകിസ്ഥാൻ ക്രിക്കറ്റ് കീപ്പർ അല്ലേ, ഇത് നിങ്ങളുടെ മുംബൈ അല്ല, ഇത് നിങ്ങളുടെ IPL മാച്ച് അല്ല, നമ്മുടെ എന്താ പറയുന്നത് ഫാസ്റ്റ് ബോളേഴ്സ് നിങ്ങളെ എറിഞ്ഞിടും എന്നൊക്കെ പറഞ്ഞു അല്ലേ. തിലക് വർമ്മ മൈൻഡ് പോലും ചെയ്തില്ല. അവസാനം അടിച്ച് നമ്മൾ പള്ളി വെച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ തിലക് വർമ്മ ആ ഒരു സിറ്റുവേഷനിൽ വരുന്നു അല്ലെ, 20-3 എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷനിൽ വരുന്നു എന്നുള്ളതായിരുന്നു തിലക് വർമ്മ. ഓക്കെ, ഇന്ത്യ വിജയിച്ചു. ഒപ്പം നമ്മുടെ സഞ്ജു സാംസൺ, ഒപ്പം നമ്മുടെ സഞ്ജു സാംസണും എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് കളിച്ചു. കളി കണ്ടവർക്കറിയാം, സഞ്ജു സാംസൺ കുറച്ചുകൂടി നിന്ന് സമീപനം പാലിച്ച് മെല്ലെ കളിച്ചാൽ മതിയായിരുന്നു. ആവേശം കൊണ്ട് അടിച്ച് ഔട്ടായി പോയി എന്നുള്ളതാണ് അല്ലേ. അല്ലെങ്കിൽ ഫൈനലിൽ തിലക് വർമ്മയ്ക്ക് ഒന്ന് എന്താ പറയുന്നത് സ്ട്രൈക്ക് കൊടുത്ത് കളിച്ചിരുന്നെങ്കിൽ മതിയായിരുന്നു. തിലക് വർമ്മ ഉൾപ്പെടെ അടിച്ച് ജയിപ്പിക്കുമായിരുന്നു. ഫൈനൽ അവസാനം ആ സമയത്ത് ആ ഒരു സെലിബ്രേഷൻ സമയത്ത് നമ്മളൊക്കെ പ്രതീക്ഷിച്ച് സഞ്ജുവോടെ ഉണ്ടായിരുന്നു. സഞ്ജുവിൻ്റെ വലിയൊരു ഇന്നിങ്സ് ആയിരുന്നു. വലിയൊരു ഇന്നിങ്സ് ആയിരുന്നു സഞ്ജു കാണിച്ചത്. എന്നിരുന്നാലും ഒന്ന് ഓർത്ത് വെച്ച് കൊടുക്കാം. സഞ്ജു സാംസണും ഒപ്പം ഉണ്ടായിരുന്നു. മറക്കരുത്, കളിച്ച ഏക മലയാളിയായിരുന്നു സഞ്ജു സാംസൺ എന്നുള്ളതാണ് കേട്ടോ. ഏക മലയാളി സഞ്ജു സാംസൺ, ഏക മലയാളി. അപ്പൊ പ്ലെയർ ഓഫ് ദി മാച്ച് ചോദിക്കണമെങ്കിൽ ആരാണ്? അത് തിലക് വർമ്മയാണ്. തിലക് വർമ്മ. ടൂർണമെന്റിലെ താരം ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് അഭിഷേക് ശർമ്മയാണ്. രണ്ടും മാറിപ്പോയത്. തിലക് വർമ്മ, അഭിഷേക് ശർമ്മ. തിലക് വർമ്മ 53 ബോളിൽ നിന്നും 69 അടിച്ചു അല്ലെ. ഒരു ഓവർ എറിഞ്ഞു 9 റൺസൊക്കെ കൊടുത്തു. കളി ഒരു രക്ഷയില്ല, ഇത് കൊണ്ടുവന്നു. ഓർത്ത് വെച്ചോളുക. പിന്നെ ഫൈനലിൽ ആര് റൺസ് നേടി? ഫൈനലിൽ വിജയ റൺസ് നേടിയ വ്യക്തി റിങ്കു സിംഗ് ആണ് അല്ലേ. റിങ്കു സിംഗ് ആണ് ഫൈനലിൽ വിജയ റൺസ് നേടിയ വ്യക്തി. റിങ്കു സിംഗ് ആണ്. ഒരു ബോളിൽ എന്ത് ചെയ്തു? 4 റൺസ് 4 അടിച്ച് റിങ്കു സിംഗ് അല്ലേ. 400 പുള്ളിയുടെ സ്ട്രൈക്ക് റേറ്റ്. പുള്ളി മുന്നേ ഒരു അവതാരികയ്ക്ക് അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, ഒരു പേപ്പർ എഴുതി കൊടുത്തു, ഏഷ്യ കപ്പിലെ ഫൈനലിലെ വിജയ റൺസ് അടിക്കുന്നത് ഞാനായിരിക്കും എന്ന് പറഞ്ഞ് യാദൃച്ഛികമായി സംഭവിച്ചൊരു കാര്യമാണ്. റിങ്കു സിംഗ് ആയിരുന്നു ഫൈനൽ റൺസ് നേടിയ താരം. റിങ്കു സിംഗ് ആയിരുന്നു. ക്ലിയർ. ഏഷ്യ കപ്പ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് നിന്ന് തന്നെ നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം.
ചോദിക്കും, യാതൊരു സംശയവും വേണ്ട. നമ്മൾ എഴുതണം. ഒറ്റ കാര്യം കൂടി, ഒരു നിയമനം. ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ പുതിയ പ്രസിഡന്റായിട്ട് നിയമിച്ച വ്യക്തി ആയിരുന്നാണ് അല്ലേ? ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇന്ത്യ, BCCI എന്നൊക്കെ നമ്മൾ വിളിക്കും അല്ലേ? BCCI. നിലവിൽ ആരാണ് പ്രസിഡന്റ് എന്ന് ചോദിക്കണമെങ്കിൽ മിഥുൻ മൻഹാസ് ആണ്. നമ്മളിൽ പലരും ഇദ്ദേഹത്തെ ഒരുപക്ഷെ കണ്ടിട്ട് പോലും ഇല്ലായിരിക്കും. രഞ്ജി പ്ലെയർ ആണ്. ഡൽഹിക്കും ജമ്മുവിനും വേണ്ടി കളിച്ചൊരു താരമാണ് മിഥുൻ മൻഹാസ്. പൂനെ വാരിയേഴ്സിനൊക്കെ വേണ്ടി അദ്ദേഹം കളിച്ചായിരുന്നു. ഗുജറാത്ത് ടീമിന്റെ കോച്ചൊക്കെ ആയിട്ട് പ്രവർത്തിച്ചുള്ള ഒരു വ്യക്തിയും കൂടിയാണ് മിഥുൻ മൻഹാസ്. നിലവിൽ ആരാണ് ഇന്ത്യൻ ടീമിന്റെ കോച്ച്? ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. നിലവിൽ ആരാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കോച്ച് ആരാണെന്നുള്ളത് എന്ത് ചെയ്യാം, ഒന്ന് കമന്റ് ചെയ്തേക്കാം. നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കോച്ച് വേണ്ടപ്പെട്ട വ്യക്തിയാണ്. ഇനി നമ്മൾ ഏഷ്യയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് അവസാനമായിട്ട് പുതിയ 2 റാംസർ സൈറ്റുകൾ വന്നിട്ടുണ്ട് അല്ലേ? ഇന്ത്യയിൽ നിന്നും ഏറ്റവും അവസാനമായി പ്രഖ്യാപിച്ച റാംസർ സൈറ്റുകൾ ഏതൊക്കെയെന്നാണ്. ഒന്ന് ഗോകുൽ റിസർവോയറും ഉദയ്പൂർ തടാകവുമാണ്. ഗോകുൽ റിസർവോയറും ഉദയ്പൂർ തടാകവുമാണ് ഇന്ത്യയിൽ ഏറ്റവും അവസാനമായിട്ട് പ്രഖ്യാപിച്ച 2 റാംസർ സൈറ്റുകൾ. 1971 അല്ലെ ഇറാനിലെ റാംസറിൽ ചേർന്ന തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതുമായി റിലേറ്റ് ചെയ്ത് കാര്യങ്ങളും ബാക്കി പ്രവർത്തനങ്ങളൊക്കെ നടത്തി വരുന്നു. അങ്ങനെ ഇന്ത്യയിൽ നിന്നും അവസാനമായിട്ട് 2 റാംസർ സൈറ്റുകൾ പ്രഖ്യാപിച്ചു. ഒന്ന് ഗോകുൽ റിസർവോയർ, സംസ്ഥാനം ബീഹാറിലാണ്. ഗോകുൽ റിസർവോയർ ബീഹാറിലാണ്. ഉദയ്പൂർ തടാകം അല്ലെ? ഉദയ്പൂർ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ രാജസ്ഥാനാണ്. പക്ഷേ ഉദയ്പൂർ തടാകവും ബീഹാറിലാണ്. ഇത് രണ്ടും മാറിപ്പോരുത്. ഉദയ്പൂർ തടാകം 2025 റാംസർ സൈറ്റിൽ ഇടം നേടിയ ഉദയ്പൂർ തടാകം ഏത് സംസ്ഥാനം എന്ന് ചോദിക്കുമ്പം ബീഹാർ ഓപ്ഷൻ തരും. രാജസ്ഥാൻ ഓപ്ഷൻ തരും. എഴുതണമെന്ന് തോന്നും, എഴുതരുത്. എവിടെയാണ്? അത് ബീഹാറിലാണ്. ഗോകുൽ റിസർവോയറും ബീഹാറിലാണ്. 2 ബീഹാറിലാണ്. ഗോകുൽ റിസർവോയർ എന്ന് പറയുന്നത് ഗംഗാ നദിയിലാണ്. ഉദയ്പൂർ തടാകം ഗണ്ഡകി അല്ലെങ്കിൽ നാരായണി എന്നൊക്കെ അറിയപ്പെടുന്ന നദിയാണ്. തിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്നു. നേപ്പാളുമായി കണക്ട് ചെയ്ത് ഗംഗയുടെ പോഷക നദിയായിട്ട് പോകുന്ന അല്ലെ പശ്ചിമ ചമ്പാരൻ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തടാകം കൂടിയാണ് ഉദയ്പൂർ തടാകം. ഗാണ്ഡകി നദിയുടെ തീരത്താണ് ഉദയ്പൂർ തടാകം. ഗാണ്ഡകി നദിയുടെയിലാണ് ഉദയ്പൂർ തടാകം. എന്ത് ചെയ്യാം, ഒന്ന് നോക്കി വെച്ചോളുക. അപ്പൊ 2 റാംസർ സൈറ്റോട് കൂടി ബീഹാറിൽ 5 റാംസർ സൈറ്റുകളായി. ഒരു പേപ്പർ എടുക്കുന്നു, ഇങ്ങോട്ട് മാറ്റി എഴുതുന്നു. ബീഹാറിൽ ആകെ റാംസർ സൈറ്റുകളുടെ എണ്ണം 5 എണ്ണമായി. ബീഹാറിൽ എത്രയാണെന്ന് ചോദിക്കണമെങ്കിൽ 5 റാംസർ സൈറ്റായി. ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകളുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? അത് തമിഴ്നാടാണ്. ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റ് ഇന്ത്യയിലെ തമിഴ്നാട്ടിൽ എത്ര എണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്? 20 എണ്ണം പഠിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ. അങ്ങനെ ഇന്ത്യയിൽ നിലവിൽ മൊത്തം ഇന്ത്യയിൽ ആകെ എത്ര എണ്ണമായി എന്ന് ചോദിച്ചാൽ 93 എണ്ണമായി. ഇന്ത്യയിൽ ആകെ റാംസർ സൈറ്റുകളുടെ എണ്ണം ചോദിക്കണമെങ്കിൽ എത്രയാണ്? 93 എണ്ണമായി. ഇന്ത്യയിൽ ആകെ റാംസർ സൈറ്റുകളുടെ എണ്ണം 93. ഏറ്റവും കൂടുതൽ തമിഴ്നാട് 20 എണ്ണമുണ്ട്. ബീഹാറിൽ 5 എണ്ണമായിട്ടുണ്ട് കേട്ടോ. ഇനി ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 3 റാംസർ സൈറ്റുകളുടെ എണ്ണത്തിൽ ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായി? 3-ാം സ്ഥാനമായി. അപ്പൊ മനസ്സിൽ വന്നു കാണും, 1 ഏത്, 2 ഏത്? 1 UK, 2 മെക്സിക്കോ, 1 ഇന്ത്യ. നോക്കൂ, UK, മെക്സിക്കോ, ഇന്ത്യ. UK, മെക്സിക്കോയും ഏഷ്യൻ രാജ്യങ്ങൾ അല്ല. അപ്പോ ഏഷ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 1 വീണ്ടും നമ്മൾ 1. ഏഷ്യ കപ്പിൽ നമ്മൾ 1-ാമതാണ്. ഏഷ്യൻ രാജ്യങ്ങളിൽ റാംസർ സൈറ്റുകളിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കണമെങ്കിൽ 1 ഏഷ്യയിൽ. അപ്പോൾ ഇന്ത്യ നമ്പർ 1 വന്നിരിക്കുകയാണ്. ലോക ജനസംഖ്യയിൽ 1-ാം സ്ഥാനമായിരിക്കുന്നു. ഏഷ്യൻ ജനസംഖ്യയിൽ ഇന്ത്യ 1-ാം സ്ഥാനമായിരിക്കുന്നു. നമ്മൾ ഇനി എല്ലാത്തിലും 1-ാം സ്ഥാനത്ത് എത്തണ്ടേ?
അപ്പോൾ റാംസർ സൈറ്റ് ഏറ്റവും കൂടുതൽ തമിഴ്നാട്. ഇന്ത്യയിലാകെ 93 എണ്ണമായിട്ടുണ്ട്. ലോകത്തിൽ എത്രയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം 3 ഏഷ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം 1. കേരളത്തിൽ എത്ര റാംസർ സൈറ്റ് ഉണ്ട്? 3 റാംസർ സൈറ്റുകളാണ് കേരളത്തിലുള്ളത്. അപ്പൊ റാംസർ സൈറ്റുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ പറയുന്നു. 2025 ഒരു നിമിഷമാണ്, ഇങ്ങോട്ട് നോക്കിക്കോ. ഇറാനിലെ റാംസറിൽ 1971 ഫെബ്രുവരി 2 നടന്ന അന്താരാഷ്ട്ര ഉച്ചകോടി തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി റാംസർ ഉടമ്പടി ഉണ്ടാക്കി. അപ്പൊ 1971 ഫെബ്രുവരി മാസം 2 അല്ലെ? രാജ്യാന്തര ധനസഹായങ്ങളൊക്കെ അതുവഴി ലഭിക്കുന്നുണ്ടായിരിക്കും. തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്. അങ്ങനെ കേരളത്തിൽ 3 എണ്ണമുണ്ട് അല്ലേ? കേരളത്തിൽ എത്രയെന്ന് ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 3 എണ്ണമാണ്. ഏതെല്ലാം? വേമ്പനാട്ട് കായൽ, ശാസ്താംകോട്ട കായൽ, അഷ്ടമുടി കായൽ എന്നിവയാണ് കേരളത്തിലെ റാംസർ സൈറ്റുകളുടെ എണ്ണം. കേരളത്തിലെ റാംസർ സൈറ്റുകളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 3 എണ്ണം ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഫെബ്രുവരി മാസം 2 നമ്മൾ എന്ത് ദിനം? ലോക തണ്ണീർത്തട ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു. ഇന്ന് നടന്നൊരു എക്സാം ഉണ്ടല്ലോ, രാവിലെ നടന്ന എന്നൊരു എക്സാമിനെ ചോദിച്ചതേ ഉള്ളൂ, തണ്ണീർത്തട ദിനം എന്നത്. ഫെബ്രുവരി മാസം 2 ലോക തണ്ണീർത്തട ദിനം. എല്ലാ വർഷവും തണ്ണീർത്തട ദിനം ആചരിക്കുന്നുണ്ട്. നമുക്കൊരു തീം ഉണ്ടായിരിക്കും. 2025 ലോക തണ്ണീർത്തടത്തിന് തീം ചോദിക്കുകയാണെങ്കിൽ പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ്സ് ഫോർ കോമൺ ഫ്യൂച്ചർ എന്നാണ്. നല്ലൊരു തീമാണ് അല്ലേ? തണ്ണീർത്തടങ്ങളെല്ലാം നമുക്ക് സംരക്ഷിക്കാം നമ്മുടെ പൊതുവായ ഭാവിക്ക് വേണ്ടി. പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ എന്നാണ് തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഫെബ്രുവരി മാസം 2 നമ്മൾ എല്ലാ വർഷവും എന്ത് ചെയ്യുന്നത്? തണ്ണീർത്തട ദിനമായിട്ട് ആചരിച്ചു വരുന്നു. 1971 ഫെബ്രുവരി മാസം 2 ഇറാനിലെ റാംസറിൽ ചേർന്ന സമ്മേളനമാണ് നമ്മൾ റാംസർ സൈറ്റുകളെ നമ്മൾ എന്ത് ചെയ്തു? തിരഞ്ഞെടുത്ത് വരുന്നു. മറക്കണ്ട, ഏഷ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 1. ഏഷ്യ കപ്പിൽ ഏറ്റവും കൂടുതൽ ടൂർണമെന്റിൽ ട്രോഫികൾ നേടിയിരിക്കുന്ന രാജ്യം ഏതെന്ന് ചോദിക്കുകയാണെങ്കിലും ഇന്ത്യയാണ്. ഒന്നും മറക്കണ്ട. ഇനി നമുക്ക് 1ാം സ്ഥാനങ്ങളിൽ എത്തട്ടെ. ഒപ്പം നിങ്ങൾക്ക് നന്നായിട്ട് പഠനങ്ങളൊക്കെ മുന്നോട്ട് പോകട്ടെ. നിങ്ങളെല്ലാവരും 1ാം സ്ഥാനങ്ങളിലേക്ക് എത്തി ജോലിയൊക്കെ വാങ്ങിക്കുക, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.